ഹലോ നമസ്കാരം. എൻ്റെ പേര് മനോജ് കുമാർ, ടൈം ടു ടൈം മീഡിയ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ കുരുടിപ്പ് കീടങ്ങളെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടിയുള്ള പയർ, മുളക്, അപ്പോൾ ഇങ്ങനെയുള്ള ഇതും അല്ലാതെ ചെടികളിലൊക്കെ നമുക്ക് ഒരുപാട് കീടങ്ങൾ വന്നിരുന്നുണ്ട്, മുരടിപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേപ്പിലയാണ്. ഇതൊരു 10-12 പീസുണ്ട്. ഇത് നമ്മളൊരു ജാറിനകത്തോട്ട് ഇതിടുകയാണ്. ഓരോന്നിൻ്റെ ഇല മാത്രം നമ്മൾ ഇല മാത്രം ജാറിലിട്ടു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വെളുത്തുള്ളി. നമുക്കൊരു ചെറിയ ബോട്ടിലിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയാണ്, ഇതിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ ഈ ബോട്ടിലില്ലേ, ഈ ബോട്ടിൽ കണക്കാക്കിയാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ബോട്ടിൽ കണക്കാക്കിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ജാറിലെടുത്തത് നമുക്കിത് അടിച്ചുകൊണ്ട് വരാം. ഇത് അപ്പോൾ നമ്മളിത് അടിക്കാൻ കൊണ്ടുപോവാണ്. ബാക്കി ഇതിനകത്ത് ചേരുവകളുണ്ട്. നമുക്കിത് ആദ്യമേ അടിച്ചുകൊണ്ട് വന്ന് വെള്ളം ഒഴിച്ച് നമുക്കിത് വെള്ളം നല്ല മുങ്ങി കിടക്കത്ത രീതിയിൽ വെള്ളം ഒഴിച്ച് നമ്മളിത് അടിച്ചുകൊണ്ട് വരാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഐറ്റംസ് ചേർക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് പിന്നെ വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ അടിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഈ ഒരു പഴയ ഒരു തോർത്തിൽ, കയ്പുണ്ടാണ്ട് ഒരു പഴയ തോർത്തിൽ നമ്മൾ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത് ഇത് പിഴിഞ്ഞിട്ട് ഇതിൽ നമ്മളിനി ഒരൈറ്റം കൂടെ ഉള്ളു ചേർക്കുന്നത്. വിനാഗിരി, സിന്തറ്റിക് വിനാഗർ എന്ന് പറയും. അപ്പോൾ ഇത് ഒരു സ്പൂണ് മതി. ചെറിയൊരു കുപ്പിക്കായതുകൊണ്ട് ഒരു സ്പൂണും കൂടെ ചേർത്ത് നമ്മളത് ഈ കുപ്പിയിൽ നിറയ്ക്കുകയാണത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു കുപ്പിക്ക് കണക്കാക്കിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മളിത് ഇനി ചെടിയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കീടങ്ങളെല്ലാം പറന്നു പോകാനും മുരടിപ്പ് മാറാനും അത്യുത്തമമാണിത്. അപ്പോൾ നമുക്കിത് ഒന്ന് സ്പ്രേ ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. മുളക്, വെണ്ട, കത്തിരിക്ക, പാവയ്ക്ക, എല്ലാത്തിലും, ചീരയില. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.